അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ രണ്ടുപേരും അക്നോളജ് ചെയ്യണം. സംതിങ് പ്രശ്നമുണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ള കാര്യം. ഓക്കെ. പിന്നെ ഇതിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും വില്ലിങ് ആവണം ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. ഇപ്പൊ പലപ്പോഴും ഒരാൾ വളരെ അഗ്രസീവാണ്, അല്ലെങ്കിൽ മറ്റേ ആള് അങ്ങനെ സെൽഫ് വർത്ത് ഒന്നും ഇല്ലാതെ അങ്ങ് അറ്റത്തേക്ക് പോയിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും വർക്ക് ചെയ്താൽ മാത്രമേ അതൊരു ഹെൽത്തി ആയിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോവുള്ളൂ. പലപ്പോഴും മറ്റേ ആൾക്കാണ് പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതായിരിക്കും നമ്മളുടെ വാദം. പക്ഷെ രണ്ടുപേരും ആ ഒരു ചേഞ്ചിന് റെഡി ആകുമ്പോഴാണ് അത് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബിഹേവിയറിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ തന്നെ നമുക്ക് സം ലെവൽ നമുക്കത് അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കിൽസ് ആണ്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ആക്ഷനിലൂടെ പിന്നെ നമുക്കത് ആ ഒരു ട്രസ്റ്റ് റീബിൽഡ് എടുക്കാനും പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവരുടെ ഇമോഷണൽ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറീസ് അതിനെയെല്ലാം വളരെ റെസ്പെക്റ്റോട് കൂടി നോക്കിക്കാണുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു ഫേസിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഞാൻ തന്നെ എല്ലാം റെഡിയാക്കി കളയാം എന്ന് വിചാരിക്കാതെ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെ വേർതിരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ശ്രുതി അജേഷ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്.